ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഡിഗ്രി ലെവൽ PH ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഷെൽസ് ആൻഡ് സബ് ഷെൽസ്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. കെമിസ്ട്രിയിലെ സബ് ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷെൽസ് എന്താണെന്ന് പഠിക്കാം. എന്താണ് ഷെൽസ്? അപ്പോൾ ഷെൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഇലക്ട്രോൺസ് പോകുന്ന പാത്തിനെയാണ് ഷെൽ എന്ന് പറയുന്നത്. ആൻ ഇലക്ട്രോൺ ഷെൽ ഇസ് ദ ഔട്ട്സൈഡ് പാർട്ട് ഓഫ് എൻ ആറ്റം അറൗണ്ട് ദി ആറ്റോമിക് ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഷെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? വൺ ഓർ മോർ ഇലക്ട്രോൺ സബ് ഷെൽസ് ഉണ്ട്. അപ്പോൾ ഷെല്ലുണ്ട്, സബ് ഷെൽസ് ഉണ്ട്, അല്ലെങ്കിൽ സബ് ലെവൽസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് KLMN വെച്ചിട്ടാണ് ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്നത്. സബ് ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്നത് SPDF. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. KLMN മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് വഴിയാണ് ആ മെത്തേഡ് കണ്ടുപിടിച്ചത്. ആ എക്സ്പെരിമെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട. K ഡിനോട്ട്സ് ദ ഫസ്റ്റ് ഷെൽ. ഫസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ K വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് എനർജി ലെവൽ. L സെക്കൻഡ് ഷെൽ, M തേർഡ് ഷെൽ. അങ്ങനെയാണ് നമ്മൾ ഷെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈച്ച് ഷെൽ ക്യാൻ കണ്ടെയ്ൻ ഓൺലി എ ഫിക്സഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മുടെ ഓരോ ഷെല്ല് KLMN ഓരോ ഷെല്ലിലും ഫിക്സഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ എന്താണ്? K ഷെൽ. K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, തേർഡ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ 2n² ഇലക്ട്രോൺസ് ആണ് ഒരു ഷെല്ലിൽ. എന്ത് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് വെച്ചാൽ 2n² ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ടേബിൾ ഒന്ന് നോക്കാം. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ഇൻ ദ ഫസ്റ്റ് 4 എനർജി ലെവൽസ്. അപ്പോൾ ഫസ്റ്റ് എനർജി ലെവലിലാണെങ്കിൽ മാക്സിമം നമ്പർ 2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഷെല്ലാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8. അപ്പോൾ n=2 ആയിരിക്കും. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2n². അപ്പോൾ 2n² എന്ന് പറയുമ്പോൾ 2 × 2² 8 വരും. തേർഡ് ഷെല്ലാണെങ്കിൽ 18, ഫോർത്ത് ഷെല്ലാണെങ്കിൽ 32. അതൊന്ന് എങ്ങനെയാണ് വന്നതെന്നൊന്ന് സ്റ്റെപ്പ് കാണിക്കാം. ഇപ്പോൾ മനസ്സിലായി കാണാം എങ്ങനെയാണ് വന്നതെന്ന് അല്ലേ? 2n² ആണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ. അപ്പോൾ K = എന്ത് വരും? 2n² എന്ന് പറയുമ്പോൾ K എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ 2 × 1². L എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലാണ്. അപ്പോൾ 2 × 2². M എന്ന് പറഞ്ഞാൽ തേർഡ് ഷെല്ലാണ്. അപ്പോൾ 2 × 3². N എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെൽ. അപ്പോൾ 2 × 4². n = 4 വരും. അപ്പോൾ n = 1 ആണെങ്കിൽ ഫസ്റ്റ് ഷെൽ, n = 2 ആണെങ്കിൽ സെക്കൻഡ് ഷെൽ, n = 3 ആണെങ്കിൽ തേർഡ് ഷെൽ, n = 4 ആണെങ്കിൽ ഫോർത്ത് ഷെൽ. അപ്പോൾ n = 1. അപ്പോൾ n = 1 എന്ന് പറഞ്ഞാൽ K ആണ് ഷെല്ല്. n = 2 ആണെങ്കിൽ ഷെല്ല് L ആണ്. n = 3 ആണെങ്കിൽ ഷെല്ല് M. n = 4 ആണെങ്കിൽ ഷെല്ല് 4. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമോ? K ഷെല്ലും L ഷെല്ലും ഫുള്ളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ എത്രയായിരിക്കും? K ഷെല്ലിൽ 2, L ഷെല്ലിൽ 8. അപ്പോൾ 2 + 8 10 ആയിരിക്കും എൻ്റെ ആറ്റോമിക് നമ്പർ. ഇനി എല്ലാ ഷെല്ലിനും സബ് ഷെൽസ് ഉണ്ട്. സബ് ഷെൽസ് ഏതൊക്കെയാണ്? SPDF. അപ്പോൾ K ഷെല്ലാണെങ്കിൽ അതിന് ഒരു സബ് ഷെല്ലായിരിക്കും ഉണ്ടാകുന്നത്. L ഷെല്ലാണെങ്കിൽ 2 സബ് ഷെല്ലാണ്. M ആണെങ്കിൽ 3 സബ് ഷെല്ല്, N ആണെങ്കിൽ 4 സബ് ഷെല്ല്. മെയിൻ ഷെൽസും ഉണ്ട്, സബ് ഷെൽസും ഉണ്ട്. മെയിൻ ഷെൽസ് ഏതൊക്കെയാണ്? KLMN. അതിൻ്റെ സബ് ഷെൽസാണ് SPDF. അപ്പോൾ Kയുടെ സബ് ഷെൽ എന്ന് പറയുമ്പോൾ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതാണ് S. Lന് എന്താണ്? n = 2. സെക്കൻഡ് സബ് ഷെല്ലാണ്. അപ്പോൾ 2 സബ് ഷെല്ല്, 2sഉം 2pയും. 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെൽ, എസും പിയും അതിൻ്റെ സബ് ഷെൽസ്. n = 3 ആണെങ്കിൽ M ഷെല്ലാണ് അല്ലേ? M ഷെല്ലിലാണെങ്കിൽ 3 ആണ് അല്ലേ? തേർഡ് സബ് ഷെല്ലായതുകൊണ്ട് 3 ആവശ്യമായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. 3s, 3p, 3d. n = 4 ആകുമ്പം ഫോർത്ത് ആണ് അല്ലേ? ഫോർത്ത് ഷെല്ലാണ്. അപ്പം അതിൻ്റെ സബ് ഷെൽ എന്ന് പറയുമ്പോൾ 4 എണ്ണമാണ്. ഇതൊക്കെയാണ് 4s, 4p, 4d, 4f. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് ഷെല്ലിന് ഒരു സബ് ഷെല്ല്, സെക്കൻഡ് ഷെല്ലിന് 2 സബ് ഷെല്ല്, തേർഡ് ഷെല്ലിന് 3 സബ് ഷെല്ല്, ഫോർത്ത് ഷെല്ലിന് 4 സബ് ഷെല്ല്. ടേബിൾ എഴുതിയെടുക്കുക. സബ് ഷെൽസും ഇലക്ട്രോൺസും. S സബ് ഷെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോൺസ്, P ആണെങ്കിൽ 6 ഇലക്ട്രോൺസ്, D ആണെങ്കിൽ 10 ഇലക്ട്രോൺസ്, F ആണെങ്കിൽ 14 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഓരോ സബ് ഷെല്ലിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വേണം കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി. അപ്പോൾ ഓരോ സബ് ഷെല്ലിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് പഠിച്ചു വയ്ക്കുക.
അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാലോ, ഈ ടേബിൾ എഴുതിയെടുക്കുക. ഫസ്റ്റ് ഷെല്ലിൽ 1s ആണ് സബ് ഷെല്ല്, അതിൽ 2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഷെല്ലിൽ 2sഉം 2pയും ആണ് സബ് ഷെല്ല്, അവിടെ 8 ഇലക്ട്രോൺസ്. തേർഡ് ഷെല്ലിൽ ഏതൊക്കെയാണ്? 3s 3p 3d, ഈ 3 സബ് ഷെല്ലാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എസിൽ 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പിയിൽ 6 നമ്പർ, ഡിയിൽ 10. അപ്പോൾ 2 + 6 + 10 = 18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആ ഷെല്ലിലുള്ളത്. ഫോർത്ത് ഷെല്ലാകുമ്പോൾ 4s 4p 4d 4f. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? എസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. അപ്പോൾ 32 ആണ് ഫോർത്ത് ഷെല്ലിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ ടേബിൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഷെൽ നെയിം, സബ് ഷെൽ മാക്സിമം ഇലക്ട്രോൺസ്, ഷെൽ മാക്സിമം ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി നമുക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടി. അപ്പോൾ കെ ഷെല്ലാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് അല്ലേ, ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അപ്പോൾ 2 ഇലക്ട്രോൺസ്. എല്ലാം ആകുമ്പം 2 സബ് ഷെല്ല്, അപ്പോൾ 2 + 6 8 ഇലക്ട്രോൺസ്. എം ആകുമ്പോൾ 3s 3p 3d. എൻ ആകുമ്പോൾ 4s 4p 4d 4f. ഒ ആകുമ്പോൾ ഏതൊക്കെയാണ് സബ് ഷെല്ല്? 5s 5p 5d 5f 5g. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ് ഷെല്ല് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഓർബിറ്റൽ നെയിംസ് SPDF എവിടെ നിന്ന് വന്നെയാണ്? നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെ സ്പെക്ട്രയിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്. ദീസ് ലൈൻ ഗ്രൂപ്പ്സ് ആർ ഷാർപ്പ്, പ്രിൻസിപ്പിൾ, ഡിഫ്യൂസ് ആൻഡ് ഫണ്ടമെൻ്റൽ. അതാണ് ആ SPDF ഡിനോട്ട് ചെയ്യുന്ന ഓരോ ലെറ്റേഴ്സിൻ്റെയും മീനിങ്. എസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, പി പ്രിൻസിപ്പിൾ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെൻ്റൽ. നമ്മുടെ SPDFൻ്റെ ഷേപ്സിനെ കുറിച്ച് പഠിക്കാം. സ്പിറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ ആണെങ്കിൽ ഡംബൽ ഷേപ്ഡ് ആണ്, ഡി ഓർബിറ്റൽ ക്ലോവർ ഷേപ്ഡ്. അപ്പോൾ സ്പിറിക്കൽ ഷേപ്പ് എസ് ഓർബിറ്റൽസും, പി ഓർബിറ്റൽസ് ഡംബൽ ഷേപ്ഡ്, ഡി ഓർബിറ്റൽസ് ക്ലോവർ ഷേപ്ഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എസ് ഓർബിറ്റൽ ഇതാണ്, പി ഓർബിറ്റൽ ഏതാണ്? ഡംബൽ ഷേപ്ഡ്, ഡി ഓർബിറ്റൽ ക്ലോവർ ഷേപ്ഡ്. ഫിഗർ കണ്ടല്ലോ. ഇനി എക്സാം പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ആർ ദി സബ്ഷെൽസ് ഇൻ ആൻ ആറ്റം ലേബിൾഡ്? അപ്പോൾ ആറ്റത്തിലെ സബ്ഷെൽസിൻ്റെ ഓർഡർ ഏതാണ്? എസ് പി ഡി എഫ് ജി. എ ആണ് ആൻസർ. അപ്പോൾ അത് തെറ്റിപ്പോയാലും ഓർഡർ പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ? ആരാണ്? ജെ തോംസൺ. ജെ തോംസനാണ് ഇലക്ട്രോൺ ഡിസ്കവറി ചെയ്തത്. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് പഠിച്ചത്. എന്താ ആൻസർ എന്താണ്? 2n². അത് ഓർത്ത് വയ്ക്കുക, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2n² ആണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ. കെ ഷെല്ലും എൽ ഷെല്ലും ഫുള്ളാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 10. എന്താണ്? കെയിൽ 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എല്ലിൽ 8 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് മാക്സിമം. അപ്പോൾ 2 + 8 10. റിക്വസ്റ്റഡ് വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ആറ്റത്തിൻ്റെ സബ്ഷെല്ലുകളാകാൻ സാധ്യതയില്ലാത്തത് ഏതെന്നാണ് എന്നോട് ഒരാൾ ചോദിച്ചത്. അപ്പോൾ 2s ആണെങ്കിൽ കറക്റ്റാണ് അല്ലേ. സെക്കൻഡ് ഷെല്ലിൽ എസ് ഉണ്ട്, ഫിഫ്ത്ത് ഷെല്ലിലും എസ് ഉണ്ട്, ഫോർത്ത് ഷെല്ലിൽ ഡി ഉണ്ട്, തേർഡ് ഷെല്ലിൽ എഫ് ഉണ്ടോ? ഇല്ല. തേർഡ് ഷെല്ലിൽ എഫ് സബ് ഷെല്ലില്ല. അപ്പോൾ അതാണ് റോങ് ആൻസർ. ഇതിൻ്റെ ആൻസർ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വീഡിയോയിൽ നമ്മളിതാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. ഓരോ ഷെല്ലിലും ഏതൊക്കെയാണ് സബ് ഷെല്ലെന്ന് പഠിച്ചു വെച്ചാൽ മതി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ. കുറച്ചു മുമ്പ് ഒരു ടേബിൾ പഠിച്ചായിരുന്നു. ഷെൽ നെയിം, സബ് ഷെൽ നെയിം, മാക്സിമം ഷെൽ ഇലക്ട്രോൺസ്, മാക്സിമം സബ് ഷെൽ ഇലക്ട്രോൺസ്. ആ ടേബിൾ പഠിച്ചാൽ മതി ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് എടുത്ത് വെക്കുക. ഹൂ പ്രപ്പോസ്ഡ് ദ ആറ്റോമിക് തിയറി? അപ്പോൾ ആറ്റോമിക് തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? ജോൺ ഡാൽട്ടൺ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ നീൽസ് ബോർ. നീൽസ് ബോർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ നെയിം ഇലക്ട്രോൺ വാസ് പ്രപ്പോസ്ഡ് ബൈ സ്റ്റോണി. അപ്പോൾ ജെ തോമസൺ എന്താണ്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആണ്. നെയിം പ്രപ്പോസ് ചെയ്തത് സ്റ്റോണിയാണ്. ദ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ന്യൂക്ലിയസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പം സബ് ആറ്റോമിക് പാർട്ട് ഓഫ് ന്യൂക്ലിയസ് എന്തൊക്കെയാണ്? പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. ലൈറ്റസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണ് ലൈറ്റസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. സ്മോളസ്റ്റ് ആറ്റം ഹീലിയം. സ്മോളസ്റ്റ് ആറ്റം പീരിയോഡിക് ടേബിളിൽ ഏതാണ്? ഹീലിയം. ദ ടേം ആറ്റം വാസ് കോയിൻഡ് ബൈ ഓസ്റ്റ്വേൾഡ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് നോക്കുക. ആറ്റം എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ഓസ്റ്റ്വേൾഡ്. ഇത് ഡിഗ്രി ലെവലിനൊക്കെ പ്രിലിംസിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ദ സബ്ഷെൽസ് ഏതൊക്കെയാണ്? എസ് പി ഡി ആൻഡ് എഫ്. നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഷെൽ നമ്പർ എത്രയാണ് അത്രയും ഷെൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ
ഒരു സബ് ഷെല്ലായിരിക്കും ഉണ്ടായിരിക്കുന്ന. സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെല്ല്, തേർഡ് ഷെല്ലിൽ 3 സബ് ഷെല്ല്, ഫോർത്ത് ഷെല്ലിൽ 4 സബ് ഷെൽസ്. അതേപോലെ ദർ ഇസ് 1 ഓർബിറ്റൽ ഇൻ ദ എസ് സബ് ഷെൽ, 3 ഇൻ ദ പി ആൻഡ് 5 ഇൻ ദ ഡി സബ് ഷെൽ. ഓർബിറ്റൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ചാനൽ വീഡിയോ കാണാൻ. ഏതെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക പുതിയതായിട്ട് ഏതെങ്കിലും ടോപ്പിക് എടുക്കണമെങ്കിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.